അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡെസിമൽസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് SSLCക്കാണെങ്കിലും ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പലയിടത്തും പല പ്രോബ്ലംസിലും നമുക്ക് ഡെസിമൽസ് കാണും. അപ്പോൾ നിങ്ങൾ പലരും അവിടെ വെച്ച് സ്റ്റക്ക് ആവാറാണ് പതിവ്. മെയിനായിട്ട് നമുക്ക് അതിൽ അറിയേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഡെസിമൽസ് കൂട്ടാന്, പിന്നെ കുറയ്ക്കാന്, പിന്നെ അതുപോലെ തന്നെ ഗുണിക്കാനും ഹരിക്കാനും. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ അവിടെ സ്റ്റക്ക് ആവുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ബേസിക് കാര്യങ്ങൾ നിങ്ങൾ SSLC വിവിധ ചാപ്റ്ററുകളിൽ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡെസിമൽ തന്നു. ഓക്കെ, അങ്ങനെ ഒരു ഡെസിമൽ തന്നു 0.6. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി എഴുതാം അല്ലെങ്കിൽ ഭിന്നസംഖ്യ ആക്കി എഴുതാം എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. അപ്പൊ ഈ 0.6നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? 6/10 എന്ന് എഴുതാം. അപ്പൊ അതെങ്ങനെ എഴുതാമെന്നറിയോ? ഒന്നുകൂടി ഒരു എക്സാമ്പിൾ കൂടി പറയാം, അപ്പോൾ പറഞ്ഞു തരാം. 0.75 ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? ആകെ ഇതില് പോയിന്റ് ഒന്നും നോക്കാതെ ഉള്ള സംഖ്യ ഏതാണ്? 75. അതെങ്ങനെ എടുത്ത് എഴുതുക? എന്നിട്ട് ബൈ ഇട്ടിട്ട് എഴുതുക. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട് നോക്കുക. 2 എണ്ണം അല്ലേ? അപ്പൊ ഒന്നിട്ട് 2 0 ഇടുക. 100ആയി. അപ്പൊ ഇതെങ്ങനെ എഴുതിയിട്ടുണ്ടാവുക? പോയിന്റ് നോക്കാതെ സംഖ്യ എഴുതി, 6 എഴുതി, പിന്നെ എന്തെഴുതി? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പറുള്ളത്? 1. അപ്പൊ 1 0. ക്ലിയർ ആണോ? ഇനി വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. അപ്പോൾ 0.325 എന്ന് തന്നു. അപ്പൊ ഇതെന്ത് ചെയ്യും? പോയിന്റ് നോക്കാതെ സംഖ്യ എഴുതുമ്പോൾ എന്ത് വരും? 325 വരും. താഴെ എത്ര 0 വേണം? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 3 എണ്ണം. ക്ലിയർ ആണോ? അപ്പൊ ഇനി ഇതിനെങ്ങനെ എഴുതും? 6.278 എങ്ങനെ എഴുതും നമ്മള്? പോയിന്റ് നോക്കാതെ സംഖ്യ എഴുതി, അപ്പൊ എല്ലാ സംഖ്യ എഴുതണം കേട്ടോ. 6278. ക്ലിയർ ആണോ? ബാക്കി താഴെ ആരുണ്ടാവും? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര 0 ഉണ്ട്? അത്രയും 0 ഇടുക. അപ്പോൾ ബൈ 1000. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിച്ചത് എന്തായിരുന്നു? നമുക്ക് ഡെസിമലിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഡെസിമൽ ടു ഫ്രാക്ഷൻ ആക്കി മാറ്റാം. ഇത് നമുക്ക് പല ഘട്ടങ്ങളിലും ആവശ്യം വരും. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് തിരിച്ചും മാറ്റാലോ. ഇപ്പൊ 62.78/1000 എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താം? ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി 3 പോയിന്റ് മാറ്റി 0 ഇട്ടാൽ മതി. ഇനി വേണമെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. തിരിച്ച് മാറ്റുന്നത് ഫ്രാക്ഷൻ ടു ഡെസിമൽ ആക്കുന്നതും വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇതാ 72345 ബൈ ഒരു 4 0 ഉണ്ട് വിചാരിക്കുക. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യും? ആ സംഖ്യ അങ്ങനെ എഴുതും. 72345. ഇനി എന്ത് ചെയ്യാ? എത്ര 0 ഉണ്ട് ഇവിടെ? 1 2 3 4. അപ്പൊ 4 സംഖ്യ ഇങ്ങോട്ട് മാറ്റി പോയിന്റ് ഇടുക. 1 2 3 4. അപ്പൊ എന്തായിരിക്കും ആൻസർ? 7.24 അങ്ങനെ പോകും. 2 3 4 5 ആയിരിക്കും ആൻസർ. അപ്പൊ അത് തിരിച്ചും മാറ്റാം. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഏതാണ്? ഡെസിമൽ ടു ഫ്രാക്ഷൻ ആക്കാൻ പറ്റും. അത് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണ് കരുതുന്നു. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുമാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കൂട്ടാനുള്ളത് ഒക്കെ ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് നമ്മൾ കൂട്ടാൻ പോകുന്നത് ഏതാണ്? ഒരു 18.4 പ്ലസ് നമ്മൾ കൂട്ടാൻ പോകുന്നത് ഒരു 3.97 ആണ് വിചാരിക്കുക. കൂട്ടാനും കുറക്കാനും വലിയ പണിയില്ല. നമുക്ക് ബേസിക് സാധാ കൂട്ടാനും കുറക്കാനും അറിയാമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്യുക? ഇത് നമ്മൾ സാധാ എങ്ങനെയാണ് കൂട്ടാറ് അതേ രൂപത്തിൽ എഴുതുക. അപ്പൊ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. 18.4 ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? 3. അപ്പൊ നമ്മൾ പ്ലേസ് കറക്റ്റ് ആക്കി എഴുതണം. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇവിടെ അല്ലേ എഴുതുക? ഒറ്റയുടെ സ്ഥാനത്തല്ലേ എഴുതുക? അതായത് 100ന്റെ സ്ഥാനത്തൊന്നും കൊണ്ടുപോയി എഴുതരുത്. മനസ്സിലായോ? ഇത് പിന്നെ ആരുണ്ട്? 9 7 ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതുക. 9 7. അപ്പൊ ഇനി ഇവിടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാൻ ആരുമില്ല. അപ്പൊ നമ്മളിവിടെ ആരട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് സാധാ പോലെ ആഡ് ചെയ്യാം. എഡിറ്റ് അപ്പൊ എന്ത് വരും? 0 7 7 വരും. 9 4 13 വരും. പിന്നെ ഇവിടെ ഒരു ശിഷ്ടം ഉണ്ട്. ഇപ്പൊ ഈ 13ൽ 1 ഇങ്ങോട്ട് ബാലൻസ് കടം പോവും. എന്ത് വരും? 9 3 12 1 2. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 22.37. ക്ലിയർ ആണോ? ഇതാണ് ഏതിന്റെ കേസ്? അഡീഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി ഒരു സാധാ നമ്പറും കൂടി കൂട്ടാം. 186 എന്തും കൂട്ടണം. ഒരു 22.5 കൂടി കൂട്ടണം. അതെങ്ങനെയാ കൂട്ടുക? നമുക്ക് എഴുതി നോക്കാം. 186 എഴുതി. പിന്നെ കൂട്ടേണ്ടത് ആരാണ്? 225. 22.5 ആണല്ലേ? അപ്പൊ ആരെഴുതണം? 22
പിന്നെ ആരുണ്ട് 0.5. അപ്പൊ ഇവിടെ ആഡ് ചെയ്യാൻ ആയുമില്ല. അപ്പൊ നമ്മൾ 156 ആണെങ്കിൽ നമുക്ക് 156.0 എഴുതിക്കൂടെ? തെറ്റൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? അപ്പൊ ഇനി സാധാ പോലെ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 5 വരും, 0.2, 6 2 8, 8 2 10, ശിഷ്ടം 1, എന്ത് വരും? 208.5 എന്ന് വരും. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടി നോക്കിയിട്ട് നമുക്ക് ഈ അഡീഷന്റെ കേസ് ഉണ്ട് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പൊ ലാസ്റ്റ് എക്സാമ്പിൾ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറെ ചെയ്ത് നോക്കുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ വെറുതെ ഒരു കണക്കിടുക. എന്നിട്ട് ശരിയാണോ എന്ന് നോക്കാൻ വേണമെങ്കിൽ കാൽക്കുലേറ്റർ എടുത്ത് അടിച്ചു നോക്കാം. ഓക്കെ, ശരിയാണോ എന്ന് നോക്കാൻ മാത്രം, അതൊരു ശീലമാക്കി കാണരുത് കേട്ടോ. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ 27.43 പ്ലസ് 1.325. ഇതെങ്ങനെ ആഡ് ചെയ്യുക? അപ്പൊ പ്ലേസ് കറക്റ്റ് ആക്കി എഴുതണം. അതാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം. അപ്പൊ 27.43 ഉണ്ട്, പിന്നെ ആരാണ്? 1 ആണ്. അപ്പൊ ഇവിടെ വേണം എഴുതാൻ. ആണോ? 1.325. അപ്പൊ ഈ പ്ലേസിൽ ഇവിടെ ആളില്ല. അപ്പൊ ഇവിടെ ആരിട്ട് കൊടുക്കുക? ഒരു 0 ഇട്ട് കൊടുക്കുക. ക്ലിയർ ആണോ? ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0 ഉം 5 ഉം 5, 3 ഉം 2 ഉം 5, 4 ഉം 3 ഉം 7. ക്ലിയർ? 7 ഉം 1 ഉം 8, 2. അപ്പൊ എന്ത് വരും? 28.755 എന്ന് വരും. 28.755 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ അഡീഷന്റെ കേസിൽ ഇത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. ഓക്കെ, അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കുറയ്ക്കാനാണ് കേട്ടോ. ഒക്കെ നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാവുന്നേ ഉള്ളൂ. സബ്ട്രാക്ഷൻ നമുക്ക് സാധാ കൂട്ടണമാതിരി കൂട്ടാം. പക്ഷെ എഴുതുമ്പോൾ പ്ലേസസ് ശ്രദ്ധിക്കണം എന്നുള്ളൂ. നമുക്കൊരു എക്സാമ്പിൾ തന്നെ നോക്കാം. അതാ ഞാൻ കുറയ്ക്കാൻ പോകുന്നത് 34.6 മൈനസ് 4.864. എങ്ങനെയായിരിക്കും കുറയ്ക്കുക? പറഞ്ഞു. എന്ത് ചെയ്യുക? സാധാമാതിരി കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഞാൻ എഴുതുന്നുണ്ട് 34.6 എഴുതി, പിന്നെ 4 ഇവിടെ എഴുതി, 4.864. ഓക്കെ, അപ്പൊ ഇവിടെ ആരും ഇല്ല. അപ്പൊ നമ്മൾ എന്തിട്ട് കൊടുക്കണം? 0 ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് കുറക്കണം. അപ്പൊ നോക്കടാ, ഇവിടെ 0ന്ന് 4 കുറയ്ക്കാൻ പറ്റില്ല. കട എടുക്കണം. ഇവിടുന്ന് കട എടുക്കാൻ പറ്റുമോ? ഇവിടെയും 0 ആണ്, അവിടുന്ന് പറ്റില്ല. അപ്പൊ ഇവിടുന്ന് എടുക്കണം. അപ്പൊ ഇവിടുന്ന് കട എടുക്കുമ്പോൾ ഇവിടെ എന്തായി മാറും? 5 ആയി മാറും. ക്ലിയർ ആണോ? ഇങ്ങോട്ട് 10, പിന്നെ ഇവിടെ 10 ആവും. പക്ഷെ ഇവിടെ 10, ഇന്നൊരു 10 അങ്ങോട്ട് പോകും. അപ്പൊ ഇവിടെ 9 ആവും. ഇവിടെ 10 ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പൊ ഇനി കുറക്കേണ്ടത് എന്താണ്? 10 മൈനസ് 4 എന്ത് വരും? 6 വരും. 9 മൈനസ് 6 3 വരും. 5ന്ന് 8 കുറക്കാൻ പറ്റൂല. അപ്പൊ വീണ്ടും കട എടുക്കണം. വീണ്ടും കട എടുക്കുക വെച്ചാൽ ഇവിടെ നിന്ന് എടുക്കണം. ഇത് 3 ആവും. ഓക്കെ, 4 3 ആവും. ഇവിടെ എന്താവും? 15. ഓക്കെ ആണോ? അപ്പൊ 15 മൈനസ് 8 എന്ത് വരും? 7 വരും. ക്ലിയർ? ബാക്കി ആരുണ്ടാവും? 3. വീണ്ടും അവിടെ 3 മൈനസ് 4 ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് കട എടുത്തു. ഇതെന്താവും? 2 ആവും. അപ്പൊ 13 മൈനസ് 4 എന്താവും? 9 ആവും. സോറി, 9 ആവും. പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ബാക്കി 2 ഉണ്ട്. അപ്പൊ എന്താണ് ആൻസർ? 29.736 എന്ന് വരും. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഒരു 25.97 മൈനസ് 3.08. നമുക്ക് കുറച്ച് നോക്കാം. കുറച്ച് നോക്കുമ്പോൾ എന്ത് വരും? ആൻസർ കണ്ടുപിടിക്കണം. 25.97 3.08. ഓക്കെ, ക്ലിയർ ആണോ? ഇവിടെ എന്തുണ്ട്? 7ന്ന് 8 കുറക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് കടെടുത്തു. ഇവിടെ എന്തായി? 8 ആയി. അപ്പൊ ഇവിടെ 17 ആയി. ഓക്കെ, ഇനി കുറച്ച് എഴുതുക. 17 മൈനസ് 8 എന്ത് വരും? 9 വരും. ബാക്കി ഇവിടെ എന്തുണ്ട്? 8 മൈനസ് 0 8 തന്നെ. പിന്നെ ആരുണ്ടാവും? 5 മൈനസ് 3. പിന്നെ സീനൊന്നുമില്ല. 2 2ന്ന് പിന്നെ 2 തന്നെ. അപ്പോൾ 22. സബ്ട്രാക്ഷൻ ആണ്. 22.89 എന്ന് വരും. ക്ലിയർ ആണോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരുന്നോ? അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ഇനിവേ നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് സബ്ട്രാക്ഷന്റെ കേസ് കൂടെ അവസാനിപ്പിക്കാം. ഓക്കെ, ഒരു 35 മൈനസ് ഇങ്ങനെ തന്നു 25.64. നമുക്ക് എന്താ എഴുതണം? 35 എന്ന് എന്ത് കുറക്കണം? 25.64 കുറക്കണം. ഇവിടെ ഡെസിമൽ ആയിട്ട് ആരുമില്ല. അപ്പൊ നമുക്കൊരു 00 ഇട്ട് കൊടുക്കാം.
ക്ലിയർ ആണോ? അപ്പൊ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് കടെടുക്കാൻ ആരുമില്ല, ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് വേണം കടെടുക്കാൻ. എവിടുന്ന് എടുക്കണം? ഇത് 4 ആവും, ഇത് 10 ആവേണ്ടതാണ്. പക്ഷെ നമ്മൾ അത് പിന്നെ 9 ആവും, കാരണം അപ്പൊ ഒന്ന് ഇങ്ങോട്ട് പോകും. ക്ലിയർ ആണ്? അപ്പൊ 10 മൈനസ് 4 ഇവിടെ ആരുണ്ടാവും? 6 ഉണ്ടാവും. 9 മൈനസ് 6 ഇവിടെ ആരുണ്ടാവും? 3 ഉണ്ടാവും. ഇതുവരെ ക്ലിയർ ആണോ? പിന്നെ ആരുണ്ടാവും? ഇവിടെ 4 ആണുള്ളത്. ഇപ്പൊ 4ന്ന് കുറയ്ക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് കടെടുക്കണം. അപ്പൊ 14 ആയി. ഇവിടെ ആരുണ്ടാവും? 2 ഉണ്ടാവും. അപ്പൊ 14 മൈനസ് 5 എന്ത് വരും? 9 ഉണ്ടാവും. പിന്നെ 2 മൈനസ് 2 എന്നാവും, 0 ആവും. അല്ലെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? 9.36. മുന്നിലുള്ള 0 നമ്മൾ എഴുതൂലല്ലോ. അപ്പൊ 9.36. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയാണ് സബ്ട്രാക്ഷന്റെ കേസ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, കമന്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, എനിവേ നമ്മൾ മൂവിങ് ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ. അടുത്തത് പറയാൻ പോകുന്നത് ഗുണനമാണ്. ഗുണനം. മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ വലിയ പണിയൊന്നുമില്ല. അപ്പൊ നമുക്ക് 0.5 ഇൻറ്റു 0.7 തന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കി വെക്കാം. ഇതിനെ നമ്മൾ 0 ഒന്നും നോക്കാതെ, 0.0 ഒന്നും നോക്കാതെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു 7 35 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? ഇവിടെ ഒരു 5, 1, 2, 2 സംഖ്യ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് 2 സംഖ്യ മാറ്റി പോയിന്റ് ഇടും. അല്ല, റൈറ്റിൽ നിന്ന് കേട്ടോ. 5 2 സംഖ്യ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് വരും. ഓക്കെ ആണോ? ഇവിടെ പോയിന്റ്. അപ്പൊ എന്തിടണം? 0.35 ആയിരിക്കും. ക്ലിയർ ആണോ? കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. അടുത്തത് 2.5 ഇൻറ്റു ഒരു 2.5 തന്നെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 25 ഇൻറ്റു 25 ചെയ്യും. അത് ചെയ്യുമ്പോൾ 25 ഇൻറ്റു 25 നോക്കുമ്പോൾ 25 2 12 10 ശിഷ്ടം 1 50. എന്ത് വരും? 5 2 6 625 വരും. പിന്നെ എന്ത് ചെയ്യാം? നമ്മൾ പോയിന്റ് കഴിഞ്ഞ ടോട്ടൽ എത്ര സംഖ്യ ഉണ്ട്? 1 2. അപ്പൊ 2 സംഖ്യ 1 2 മാറ്റി പോയിന്റ് ഇടുക. ഇവിടെ വരും 6.25 വരും കേട്ടോ. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ കൂടെ. ആരുണ്ട്? 3.4 ഇൻറ്റു 2.6. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 34 ഇൻറ്റു 26 ചെയ്യും. ഓക്കെ, 34 ഇൻറ്റു 26. അപ്പോൾ 6 4s are 24. 2 ഉണ്ടാവും. 3 6 are 18. 18 plus 2 20. 2 4s are 8. 2 3s are 6. ഇപ്പൊ എന്ത് വരും? 4 8 6 2 8. ഇപ്പൊ എന്ത് വരും? 8.84 എന്ന് വരും. എത്ര പോയിന്റ് മാറ്റണം? 2 എണ്ണം. 1 2. അപ്പൊ ഇവിടെ വരും 8.84 എന്ന് വരും. ക്ലിയർ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? ഒരെണ്ണം കൂടി നോക്കാം കേട്ടോ. അടുത്തത് എന്ത് വരും? ഒരു 3.71 ഇൻറ്റു 1.6. ഇതെങ്ങനെയായിരിക്കും ചെയ്യുക? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 371 ഇൻറ്റു 16 ചെയ്യും. പോയിന്റ് നോക്കാതെ മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് വരും? 6 1s are 6. 6 7s are 42. 4 6 3s are 18. 18 plus 4 22. പിന്നെ 1 1s are 1. 1 7s are 7. 1 3s are 3. ആരൊക്കെ ഉണ്ടാവും? 6 3 9 5 ഉണ്ടാവും. 5 9 3 6 ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? ഇവിടെ ഒരു 2 എണ്ണം, ഇവിടെ ഒരു 1, 3 എണ്ണം മാറ്റി പോയിന്റ് ഇടണം. അപ്പോൾ 1 2 3. അപ്പോൾ 5.936 എന്ന് വരും. അപ്പോൾ പോയിന്റ് എവിടെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ ടോട്ടൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട് നോക്കുക. അപ്പോൾ 5.936 എന്ന് വരും. ക്ലിയർ ആണോ? ഇനി ഡിവിഷൻ കൂടെ നോക്കാം. ഓക്കെ, ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പൊ മക്കളെ, നിങ്ങൾ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ബേസിക് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും. ടെക്സ്റ്റ് അവൈലബിൾ ആയത് മുതൽ നമ്മൾ ചാപ്റ്റേഴ്സ് നല്ല സിമ്പിൾ ആയിട്ട് അപ്ലോഡ് ചെയ്യും. ഇനി ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ മൂവിങ് ഇൻ ടു ഡിവിഷൻ.
ഡിവിഷൻ നോക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 13.76 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? 3.2 ചെയ്യണം. അപ്പൊ നമുക്ക് ഇതും ശരിക്കും അത് നോക്കാതെ തന്നെ മൾട്ടിപ്ലൈ ഡിവൈഡ് ഒക്കെ ചെയ്യാം. പക്ഷെ അതിന് മുന്നേ ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്, ഇത് മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1376/100 എന്ന് എഴുതിക്കൂടെ? ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെസിമൽസിനെ മാറ്റി നമുക്ക് ഫ്രാക്ഷൻ ആക്കി എഴുതാം. അപ്പോൾ ബൈ ഇത് ശരിക്കും ഇങ്ങനെയല്ലേ? 32/10 എന്ന് എഴുതിക്കൂടെ ഇതിനെ? 3.2നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാക്ഷന്റെ ഡിവിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ 32/10നെ നമുക്ക് എങ്ങനെ എഴുതാം? 10/32 എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1376/32 ചെയ്യുക. ഒരു ഇൻറ്റു എന്തും കൂടി ചെയ്താൽ മതി. ഇൻറ്റു ഒരു 0 ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇൻറ്റു 1/10. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എന്ത് കാണണം? ഇത് കണ്ടുപിടിക്കുക. ഇതിലിപ്പോ നമുക്ക് ഇൻറ്റു ഡിവിഷൻ ബൈ 10 നമുക്കറിയാം, ഒരു പോയിന്റ് മാറ്റിയിട്ടേ വേണ്ടുള്ളൂ. ഇതാണ് കണ്ടുപിടിച്ചാൽ പോരെ. അപ്പൊ ഇതൊന്ന് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. 1376/32. അപ്പോ ഒന്നില് പോവില്ല, 13-ല് പോവില്ല, 137-ല് പോകും. കാരണം നമുക്ക് 3×4 12 അറിയാം. അപ്പൊ 30×4 120 ആണ്. അപ്പൊ എന്തായാലും 4 ഉണ്ടാവും. 4×32 എന്ത് വരും? 4×32 ചെയ്ത് നോക്കാം. 32×4 8 12. അപ്പൊ 128 വരും. അപ്പൊ 128 വരും. ക്ലിയർ ആണോ? ബാക്കി ആരുണ്ടാവും? 9 ഉണ്ടാവും, 6 ഉണ്ടാവും. നമുക്കറിയാം 30×3 ആണെങ്കിൽ 90 ആണ്. അപ്പൊ 32×3 ഒന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 96 എന്ന് കിട്ടും കേട്ടോ. അപ്പൊ 96 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിനൊപ്പം നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് 1376/32 സ്ഥാനത്ത് നമുക്ക് എന്ത് കിട്ടി? 43×1/10. അല്ലെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 43/10 എന്ന് എഴുതിക്കൂടാ? ഇതിനെ നമ്മൾ എങ്ങനെയാ ഡെസിമലായി എഴുതാറ്? 4.3. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ വേണം ചെയ്യാൻ. അല്ലാണ്ടും പല മെത്തേഡ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഇതിനെ ഫ്രാക്ഷൻക്ക് മാറ്റി ചെയ്തത്. ഇതാവുമ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റൂല, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ ഇതൊന്നൊക്കെ വായിക്കണ്ടേ, കാൽക്കുലേഷൻ ഒക്കെ. ഓക്കെ, ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അടുത്തത് 8.2 ഡിവൈഡഡ് ബൈ 0.2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 82/10 ബൈ എന്തെന്ന് എഴുതാം? 2/10 എന്ന് എഴുതാം. ക്ലിയർ ആണോ? അപ്പോൾ 82/10 ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10/2 ആയി. 10ഉം 10ഉം ക്യാൻസൽ ആയി. ബാക്കി എന്തുണ്ടാവും? 82/2 അല്ലെങ്കിൽ 41 എന്നുണ്ടാവും. ക്ലിയർ ആണോ? ഇതിന്റെ ആൻസർ എന്നു ക്ലിയർ 41 വന്നു. നമുക്ക് ഡിവിഷൻ ഈ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും തെറ്റൂല. നമുക്ക് വേറെ കൂടി നോക്കാം കേട്ടോ. 9.72 ഡിവൈഡഡ് ബൈ 0.3. ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 972/0.8 എത്ര? 2 അല്ലേ? അപ്പൊ 100 ബൈ എന്ത് വരും? 3/10 എന്ന് വരും. ക്ലിയർ ആണോ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 972/100 ഇൻറ്റു 10/3 എന്ന് എഴുതാം. ഓക്കെ, ഒരു 0യും കട്ട് ചെയ്തു. ബാക്കി ആരുണ്ടാവും? നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 972/3 ഇൻറ്റു ബാക്കി ആരുണ്ടാവും? ഒരു 1/10. അപ്പൊ ഇത് നമ്മൾ സൈഡിൽ ചെയ്ത് നോക്കുക. 972/10 നോക്കി നോക്കാം എന്ത് വരും? 972/3 കേട്ടോ. 972/3. അപ്പോൾ 3 3s are 9 വന്നു. 0 7 ഇറക്കിയിട്ടു. അപ്പൊ എന്ത് വരും? 2 3s are 6 1 12. ഇപ്പൊ എന്ത് വരും? 4 3s are 12 0. അപ്പൊ നമുക്ക് എന്താ ആൻസർ വന്നു? 324 ഇൻറ്റു 1/10 ആയത് ആണോ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 324/10. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പോയിന്റ് മാറ്റിയിട്ട് അത്. അപ്പോൾ 32.4 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പൊ ഇതുവരെ ഡിവിഷനും ക്ലിയർ ആണ് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ
സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് കിട്ടിയ മുതൽ നമ്മൾ ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യും. അതുവരെ നിങ്ങൾ ബേസിക് തറവാക്കുക. പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ ഓൾറെഡി നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതേമാതിരി ഫ്രാക്ഷൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാത്തവരാണെങ്കിൽ മാത്രം പോയത് കാണാം. അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ.